YouTube channel Wings of Life. നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായ ഒരു വീട് വെക്കുക എന്നുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. അപ്പോൾ ആ വീട് അങ്ങ് പൊളിച്ചു കളയാനോ ആഗ്രഹം കാണത്തില്ല, എന്നാൽ അവർക്ക് പുതിയ വീടും വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഞാൻ നിൽക്കുന്ന വീട് ഓൾറെഡി പഴയ രൂപം എങ്ങനെയായിരുന്നു അതിനെ റിനോവേറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹപ്രകാരം മാറ്റിയത്. പക്ഷേ ആ വീട് പൊളിച്ചു കളഞ്ഞില്ല, അവരുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് അതിനെ നല്ലൊരു കിഡിലും വീടാക്കി മാറ്റിയേക്കുന്ന ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വാ, വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ മെയിൻ ഡോറിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് കരുതി. നോക്കിക്കേ, ഫുള്ളായിട്ടൊരു സെറ്റ്. ഫുള്ള് തേക്കല്ലേ? ഓക്കെ, ഫുള്ള് തേക്കിൽ ചെയ്തേക്കുന്നത്. എന്തെങ്കിലും എഴുതി വെച്ചേക്കുന്നത് എന്താണ് അറിയത്തില്ല, എനിക്കും വായിക്കാൻ അറിയത്തില്ല ഗൈസ്, അറബ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽ, ഈ ഡോറിൻ്റെ സ്റ്റൈലുണ്ട്. ഇവിടെ എല്ലാം മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തേക്കാണ്. ഇത് സിമ്പിളും ആണ്, എന്നാൽ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഡോർ തന്നെ കേട്ടോ ശരിക്കും. എന്ന് വെച്ചാൽ കാരണം ഫുൾ ആ ഒരു സെറ്റ് അതിനോട് യോജിക്കുന്ന രീതിക്ക് ആ ഒരു കോമ്പിനേഷൻ ചെയ്തുകൊണ്ട് കൊള്ളാം, നല്ല രസമുണ്ട്. ഫുൾ സെറ്റ് എന്നുള്ള രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹാളും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ വാളാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് മിററും കൊടുത്ത് നല്ലൊരു ആ ഒരു പള്ളിയുടെ ഷേപ്പാന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല കിടിലാക്കിയിട്ടുണ്ട് ഈ ഒരു പാർട്ടീഷൻ. ഇനി നമുക്ക് നേരെ ഇതിപ്പം ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഈ ഡൈനിങ് ഏരിയയിലും വാഷ് ബേസിൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെയും മിറർ നല്ലൊരു ലൈറ്റ് ഉൾപ്പെടെയുള്ള എനിക്കിതിലാണ് കേട്ടോ. ഈ മിററിൽ തന്നെയാണ് ഓണും ഓഫും. രണ്ട് പല കളേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല സിമ്പിളായിട്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയ അവർ നോർമലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും ഗാർഡൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോട്ട്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നമുക്ക് വെക്കാം. ഇനി ഇവിടുത്തെ സീലിംഗ്, അതായത് സ്റ്റെയർ കേസിൻ്റെ പോർഷനാണ് മെയിനായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ സീലിംഗ് നല്ല കിടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ബാ. അപ്പോൾ ഡോറൊക്കെ ഉണ്ടോ, നല്ല പ്രൊഫൈൽ ഡിസൈനൊക്കെ കൊടുത്തേക്കുന്ന ഡോറാണ്. അപ്പോൾ ഇവിടെ കയറി കഴിയുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട്, ബെഡൊന്നും ഇട്ടിട്ടില്ല, എന്തായാലും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ സീലിംഗ് ആണ്, എല്ലാ റൂമിൻ്റെയും സീലിംഗ് ആണ് നല്ല കിടിലായിട്ട് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പം ജിപ്സം ബോർഡ് തന്നെയാണ്, ഈ ഒരു വുഡൻ പെയിൻറ് ചെയ്തേക്കുകയാണ്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഇപ്പം അതാണ് ഈ ഒരു ഏരിയ ഇവർ സിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന രീതിക്കും, ബാക്കിയൊക്കെ ഷെൽഫുകളാണ്. ഇതെല്ലാം ഓപ്പൺ ആണ്. ഓക്കെ, ഇതെല്ലാം ഷെൽഫ്. പിന്നെ ഇവിടെ വിൻഡോ വരും, കട്ടൺ വരും. ഇവിടെ അതേ ഷെൽഫാണ്. സോ നോർമൽ ഷെൽഫ്, നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഷെൽഫുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി ബാത്റൂം, ടോയ്ലറ്റ്. ഓക്കെ, ഇതും നല്ല ഭയങ്കര സ്പേഷ്യസ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല വലിപ്പത്തിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ കിച്ചണാണ് ഏറ്റവും കിടിലമായിട്ട് ആഗ്രഹപ്രകാരം ചെയ്തു കൊടുത്തതെന്നാണ് പറഞ്ഞത്. എങ്കിൽ പിന്നെ നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടാലോ? വാ, ചേച്ചി തന്നെ കാണിച്ച് പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ. ഇപ്പോൾ ഇവിടെ വോൾ ഉണ്ടെങ്കിലും ഇവിടെ ഒരു കിച്ചൺ കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഇങ്ങനെ തന്നെ വേണം. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഫുള്ളങ്ങ് പോവും. ഓക്കെ, ഫുൾ ലൈറ്റും ഉണ്ട് ഇതിനകത്ത്. ഇനി ഇതിൻ്റെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് എന്റെ നാളത്തെ പാലുകാച്ചിന്റെ അടുപ്പാണ്. നാളെ ഒരു ദിവസം ഇതിങ്ങനെ വെച്ച് പ്ലേറ്റ് വയ്ക്കാനും. കൊള്ളാല്ലേ, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ.
മുകളിലോട്ട് കയറാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയറിനൊരു പ്രത്യേകതയുണ്ട്, സെൻസറുണ്ട് കണ്ടോ. ഞാൻ കയറുന്ന അനുസരിച്ചിട്ടാണ്, ഇപ്പം സ്പീഡ് കൺട്രോൾ ചെയ്താണ് വെച്ചേക്കുന്നത്. എനിക്കൊന്ന് ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കും, അതുകൊണ്ടാണ് മുന്നേ കത്തി പോയത്. അപ്പോൾ സ്റ്റെയർ കേസിലോട്ട് മുകളിലോട്ട് കയറുന്നിടത്ത് വോളിൽ ഫുള്ള് പ്രൊഫൈൽ ലൈറ്റ്സ്, നല്ല അടിപൊളി ഡിസൈൻ, നല്ല വെട്ടമുണ്ടല്ലേ, വീഡിയോക്കകത്ത് വെട്ടമുണ്ടോ? ഇനി നമ്മൾ മുകളിലോട്ട് കയറുമ്പം ഇവിടെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ്, നല്ല അടിപൊളി ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹാളാണ് മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഹാളിൻ്റെ സീലിംഗ് കണ്ടോ, സീലിംഗ് ഫുള്ള് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് അല്ല, നമ്മുടെ വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കണ്ടോ എപ്പോക്സി ഫില്ലിങ്, നോക്കിക്കേ, ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടുള്ള എപ്പോക്സി ഫില്ലിംഗ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ ഇവിടെ സോഫയൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പം ബെഡ്റൂമിൽ ജസ്റ്റ് നോർമലായിട്ടുള്ള സൈസിൽ ബെഡ്റൂംസ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ ബാത്റൂംസും പല പല ടൈൽ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമ്മുടെ നോർമൽ വീടിൻ്റെ കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. മെയിൻലി ഇവർ ഹോളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെറസിൻ്റെ പോർഷൻ കാണാം. അപ്പം ടെറസിലോട്ട് നമ്മുടെ ഡോറൊക്കെ, മെയിൻ ഡോറും എല്ലാം തേക്ക് വുഡാണ്. സോ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയും സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ എഴുതി വെച്ചേക്കുന്നത് മാഷാ അള്ളാ എന്നാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിവേ അതിൻ്റെ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുണ്ട്. ആ ചുറ്റിനും സ്റ്റാർ പോലെ കാണുന്ന അതിൻ്റെ ഷെയ്ഡാണ്. അതെനിക്ക് തന്നെ ഇവിടെയും വോളിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടിലുള്ള ബാൽക്കണി പ്ലസ് ടെറസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഓണേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ വീടിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഇവരോട് എനിക്ക് കുറച്ച് ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു പുതിയതായിട്ടൊരു വീട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിനെയാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയത്? അതെന്താണ്? നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളത്. നമുക്ക് വേറെ 2-3 വീടുണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ല വീടുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വീട് തന്നെ, പഴയ വീട് തന്നെ കുറച്ചുകൂടെ മാറ്റിയെടുക്കണം. അപ്പൊ അത് ഇതിന്റെ അജയനുമായിട്ട് സംസാരിച്ച പ്രണവ് മെയിൻറ്റെയിൻസിന്റെ സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ രൂപം കാണിച്ചു തരും. അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ള് പണി, കൺസ്ട്രക്ഷനും എല്ലാം ചെയ്തേക്കുന്നത് നമ്മുടെ പ്രണവം മെയിൻ്റെനൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അജയൻ ചേട്ടൻ എന്താണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ആളാണ് ഇവരുടെ ആഗ്രഹപ്രകാരം ഈ വീടിനെ നമ്മളിപ്പം വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഈ രൂപത്തിലോട്ടാക്കി തീർത്തത്. പിന്നെ എന്താണ്, ആളുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായും. അപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ പറഞ്ഞതിൽ കൂടുതലും ഉണ്ട്. ഓക്കെ ഉണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. ഒരു അഭിപ്രായങ്ങൾ ഓരോന്നിനും ചോദിക്കുകയും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും അതനുസരിച്ച് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാധനങ്ങളായാലും ഞങ്ങൾ പറയുന്ന സെലക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഞങ്ങളെ കൂടെ കൊണ്ടുപോവുകയും എല്ലാ സാധനവും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അജയന് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമ്മൾ അജയൻ ചേട്ടന്റെ കുറെ പ്രോജക്റ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പും 1-2 വീടുകളൊക്കെ അജയൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഇതും പുള്ളിക്ക് അങ്ങനെ കൊടുത്തത്. ഇതിലെനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കിച്ചനെ കുറിച്ചാണ്. എൻ്റെ കിച്ചൺ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വിഷ്ണു അത് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് മൊത്തം അവന് കൊടുക്കണം. പിന്നെ ലൈറ്റ്സുകളൊക്കെ അതൊക്കെ അനീഷിന്റെ എല്ലാം കൊണ്ടും ഓരോ അജയന്റെ ഓരോ പണിക്കാരും ഞങ്ങളോട് ഇതുവരെ ഇപ്പൊ ഏതാണ്ട് ഒരു 7-8 മാസം കൊണ്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ ഈ ഒരു വിവിധമാക്കി ഈ നാളെ ഞങ്ങൾ ഇങ്ങോട്ട് താമസത്തിന് കയറുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സന്തോഷം. നമുക്കും സന്തോഷം, അജയൻ ചേട്ടന് സന്തോഷം. എല്ലാവിധ എന്താണ് പറയണ്ടത്, വിശ്വസം നേരിടും. താങ്ക് യു.
relics of kingdoms past and crowns of ancient kings. I've heard stories of distant lands, realms I long to reach.